ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോല് നമ്മുടെ ശിവശങ്കരന്റെ ഒരാള് പോയിട്ട് നമ്മുടെ ശരണ്യയുടെ അച്ഛനടുത്ത് സംസാരിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ശരണ്യയുടെ അച്ഛനടുത്ത് പറയുന്നത്, നിങ്ങളൊരു തുക പറയണം, അത് ശിവശങ്കരൻ മുതലാളി സമ്മതിക്കും, അങ്ങനെ നിങ്ങൾക്ക് വലിയൊരു രീതിയിൽ ജീവിക്കാൻ പറ്റും ഇനി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കൺവിൻസ് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാനെന്റെ മകളുടെ മാനത്തിന് വിലയിടണം എന്നാണോ നിങ്ങൾ പറയുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവര് തമ്മിൽ ചർച്ച ചെയ്ത് കുറെ പറഞ്ഞ് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ ഏകദേശം ഒരു സമ്മതിക്കേണ്ട രീതിയിൽ എത്തുന്നുണ്ട് ട്ടോ. പിന്നീട് നമ്മുടെ രോഹിത്തും അലീനയും കൂടെ രോഹിത്തിന്റെ ആ ഒരു പഠന തുടർച്ചയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകാൻ പോവുകയാണ്. ആ ബാലചന്ദ്രൻ അപ്പൊ രോഹിത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ ഒരു സ്വഭാവ ദൂഷ്യം കാരണം നിന്റെ ജീവിതത്തിൽ പോയതെല്ലാം നമ്മൾ ഓരോന്നോരോന്നെ തിരിച്ചു പിടിക്കുകയാണ്. അതിനുള്ള ഒരു വ്യക്തമായ ഒരു എന്താ പറയാ വീക്ഷണം നിനക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രോഹിത്തിനെ അലീനയ്ക്കൊപ്പം പറഞ്ഞു വിടുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത്. ഇനി മിക്കവാറും നമ്മുടെ അലീന പറഞ്ഞ് നമ്മുടെ രോഹിത്തിന്റെ പഠിപ്പും തുടരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.